അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഈദ് അഡ്വാൻസ് ആശംസകൾ. പിന്നെ ഞാനിവിടെ ഒരു മാംഗോ ഷേക്കും ആപ്പിൾ ഷേക്കുമാണ് അടിക്കുന്നത്. അതിലേക്ക് മാങ്ങ തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിലേക്ക് ഇടുകയാണ്. ഒരുപാട് ചെറിയ പീസുകളൊന്നുമല്ല, ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതിലേക്ക് കട്ടപ്പാലും പിന്നെ ബിസ്ക്കറ്റുമാണ് ഞാൻ പുതുതായിട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ ബിസ്ക്കറ്റാണ് ചേർക്കുന്നത്. പാല് നമ്മളെപ്പോഴും എടുക്കുന്ന ഒന്നാണല്ലോ. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കട്ടപ്പാല് തന്നെയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു മാങ്ങ ഫുള്ളായിട്ടും മാങ്ങ, പിന്നെ അതിലേക്ക് 1/2 ലിറ്റർ പാലിൻ്റെ കട്ട അതിൻ്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയാണ് അടിക്കുന്നത്. നോമ്പായതുകൊണ്ട് നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ച് പൊളിച്ചൊക്കെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് ഒരു 11 ആകുമ്പോൾ ജ്യൂസ് അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് അടിക്കുന്നത്. പിന്നെ നമുക്ക് വീട്ടിൽ വരുന്ന ആൾക്കാർക്കും അടിച്ചു കൊടുക്കാൻ സാധിക്കും. പിന്നെ നോമ്പ് തുറക്കും ഉപയോഗിക്കാൻ സാധിക്കും. നിസ്കാരമൊക്കെ കഴിഞ്ഞ് വയറൊക്കെ വിശന്നിരിക്കുമ്പോൾ പിന്നെ ഒരു ജ്യൂസ് അങ്ങോട്ട് കിട്ടിയാൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. നല്ല മധുരമുണ്ട്, നല്ല മാങ്ങക്ക് നല്ല മധുരമുണ്ട്. പൊടിയുള്ള മാങ്ങ ആയതുകൊണ്ട് നല്ല മധുരമുള്ള മാങ്ങ തന്നെയാണ്. അന്നപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡും 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. കാരണം അത്യാവശ്യം നല്ല മധുരമുള്ളതാണ്. നമ്മളിത് നോക്കാണ്ടാണല്ലോ എടുക്കുന്നത്, കുട്ടികളോട് ചോദിച്ചാണ് എടുക്കുന്നത്. നോമ്പല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തന്നെ മധുരം നോക്കാമായിരുന്നു. അപ്പം എനിക്ക് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഇട്ടതാണ്. അങ്ങനെ 2 ടീസ്പൂൺ പഞ്ചസാര, തരി പഞ്ചസാരയാണ്, അപ്പോൾ അത് മതിയായിരിക്കും. പിന്നെ ഞാൻ മിൽക്ക് ബേക്സ് ആണ്, ബ്രിട്ടാനിയൻ്റെ ബിസ്ക്കറ്റാണ്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഏത് ടേസ്റ്റിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ മിൽക്ക് ബേക്സ് ആണ്, കുട്ടികൾക്ക് ഇഷ്ടം അതാണ്. അപ്പോൾ കുറച്ചുകൂടി എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് ഇത് തന്നെയാണ്. അങ്ങനെ ജ്യൂസ് തയ്യാറായിട്ട് കഴിഞ്ഞു. അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ഇത് കാണുമ്പോഴല്ല, ഇത് കുടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം. ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ അത് നിങ്ങൾക്ക് വേഗം കിട്ടുന്നതായിരിക്കും. അടുത്തതായിട്ട് ഞാൻ ആപ്പിൾ ഷേക്കാണ് അടിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു ആപ്പിളാണ് ഞാൻ എടുത്തത്. എങ്ങനെയുണ്ട്? ഒരു വലിയൊരു ആപ്പിള്. അത് പിന്നെ അതും ഒരു പൊടിയുള്ളൊരു ആപ്പിളാണ്. ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതിട്ട് അന്നൊരു പൊടിയുള്ള ആപ്പിളാണ് ഞാൻ എടുത്തത് ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലും കുറച്ചുകൂടി നല്ല സാധനങ്ങൾ അടിക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇതിനും നമ്മൾ യൂസ് ചെയ്യുന്നത് കട്ടപ്പാല് തന്നെയാണ്. അപ്പോൾ ആപ്പിള് തൊലി കളഞ്ഞിട്ട് ആപ്പിള് ഇടുകയാണ്. അതിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ട, ചിന്നമാൻ എന്ന് പറയും, അത് ഇതിലേക്ക് ഇട്ടിട്ട്, ഇതും നല്ല മധുരമുള്ള ആപ്പിൾ ആയതുകൊണ്ട് തന്നെ, പിന്നെ 2 പേർക്കാണ് ഞാൻ അടിക്കുന്നത്. നോമ്പായതുകൊണ്ട് കുട്ടികൾക്കാണ് ഞാനിപ്പം അടിക്കുന്നത്. അപ്പോൾ അതിലേക്ക് മിൽക്ക് മെയ്ഡും ചേർത്തതാണ്. മിൽക്ക് മെയ്ഡ് കുട്ടികളെടുത്ത് കഴിക്കുന്നതിന് വേണ്ടത് ടീവിലാക്കി കുട്ടിൻ്റെ ഇടയിൽ വെച്ചതാണ്. അങ്ങനെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ടിന്നിലാക്കി വെച്ചതാണ്. അങ്ങനെ ഞാൻ പിന്നെ ഉറുമ്പെന്ന് അറിയാലോ, അന്നപ്പോൾ 2 ടീസ്പൂണ് ഇതിലേക്ക് ഇടുകയാണ്. 2 ടീസ്പൂൺ പഞ്ചസാര തന്നെയാണ്. നൈസ് പഞ്ചസാര ആയതുകൊണ്ട് അധികം മധുരം ഉണ്ടാവില്ല, ഒരു തരി പോലത്തെ പഞ്ചസാരയാണ്. അപ്പം ഞാൻ അതും ഇതിലേക്ക് ഇട്ടു. അതിലേക്ക് 2 ടീസ്പൂണ് മിൽക്ക് മെയ്ഡുമാണ് ചേർക്കുന്നത്. പിന്നെ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് അരച്ചെടുക്കണം. ആപ്പിളായാലും കുറച്ച് തിക്നെസ് ആണല്ലോ, കട്ടപ്പാലും ആയിക്കൊണ്ട്. അപ്പോൾ നന്നായി അരച്ചെടുത്ത് അതിന് ശേഷം ഞാൻ ഇവിടെ കുട്ടികൾക്ക് പാല് കുടിക്കുന്നത് കൊണ്ട് മിൽക്ക് ഉണ്ടായിരുന്നു, പശുവും പാലുണ്ടായിരുന്നു. അപ്പോൾ
അപ്പോൾ അത് ഞാൻ കുറച്ച് നെയ്യുള്ള പാലായതുകൊണ്ട് ഞാൻ കുറച്ച് ഇതിലേക്ക് ചേർക്കുകയാണ്. ബാലൻസിൻ്റെ ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇതാ ആപ്പിൾ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഒരു പ്രത്യേകതരമായ ജ്യൂസ് തന്നെയാണ്, വേറെ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഞാൻ പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ.